അടിയുടെ ഇടിയുടെ പൊട്ടിയുടെ പൂരം ബിഗ് ബോസ് റിവ്യൂയിലേക്ക് അവർക്ക് സ്വാഗതം. ഷാനവാസ് ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഇറങ്ങിപ്പോയോ? ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയിരിക്കുകയാണ്. കൂടുതൽ നിങ്ങളെ ചാനലിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് വേറെ ഒന്നല്ല, ഞാൻ ഇടുന്ന പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഷാനവാസ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായി എന്നൊരു ന്യൂസ് ഇന്നലെ ഞാനും ഇട്ടായിരുന്നു, പല യൂട്യൂബ് ചാനലിലും ഇട്ടായിരുന്നു. ഇതിലെ സത്യാവസ്ഥ എന്താണ്? ഇന്നലെ ഷാനവാസ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. പുറത്തായെന്ന് പറഞ്ഞാൽ പുള്ളി മെഡിക്കലിനാണോ എന്തിനാണോ പുറത്ത് പോയിട്ടുണ്ട്. അത് എന്നിട്ട് പുള്ളി തിരിച്ച് കയറിയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി തിരിച്ച് കയറി എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. ഒരു അരമണിക്കൂറിനുള്ളിൽ പുള്ളി തിരിച്ച് കയറി എന്നാണ് സാധിച്ചത്. ഇനി ദേഷ്യത്തിൽ പുറത്തായതാണോ? ഈ നെവിനുമായിട്ടുള്ള ഇഷ്യൂ ഉണ്ടല്ലോ, അപ്പം അതുകൊണ്ട് ദേഷ്യത്തിൽ പുറത്തായതാണോ? പിന്നെ ഇപ്പോൾ ഷാനവാസിനെ മിക്കവരും അനീഷ് ഒഴിച്ച് ബാക്കി എല്ലാവരും ഷാനവാസിന് എതിരായിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് പിന്നെ ഇവനുമായിട്ടുള്ള നമ്മുടെ റിയാസ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കാരണം ചിലപ്പം പുള്ളി കിറ്റ് ചെയ്യാൻ പോകാന്ന് പറഞ്ഞ് പോയിട്ട് ബിഗ് ബോസ് തിരിച്ച് കയറ്റിയതായിരിക്കും. ഇല്ലെങ്കിൽ ഷാനവാസ് എന്തെങ്കിലും മെഡിക്കൽ ട്രീറ്റ്മെന്റിനോ എന്തെങ്കിലും വേറെ അത്യാവശ്യത്തിനോ വല്ല പോയി, എനിക്കൊന്ന് മെഡിക്കൽ ട്രീറ്റ്മെന്റ് എന്തെങ്കിലും പുറത്ത് പോയതായിരിക്കും. പക്ഷെ പുറത്ത് പോയിട്ട് ആൾ തിരിച്ച് കയറിയിട്ടുണ്ടെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. അത് ബിഗ് ബോസ് കാണിക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. പ്രമോ വന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഈ ഒരു സംഭവം സത്യമാണ്. ഷാനവാസ് പുറത്ത് പോയിട്ടുണ്ട്, പക്ഷെ അകത്ത് കയറി എന്നുള്ളത് നേരാണ്. അത് ഒരു അരമണിക്കൂറിനുള്ളിൽ അദ്ദേഹം അകത്ത് കയറി എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. എന്തായാലും നമുക്ക് ഇന്നത്തെ ബിഗ് ബോസ് എപ്പിസോഡിൽ ചിലപ്പോൾ അത് കാണിക്കാൻ സാധ്യതയുള്ളൂ. പിന്നെ വേറെ എന്തെങ്കിലും കണ്ടന്റ് വന്നു കഴിഞ്ഞാൽ ബിഗ് ബോസ് അത് ചിലപ്പോൾ മൂക്കും. എന്ന് വെച്ചാൽ കുറച്ച് നേരത്തേക്കല്ലേ ഷാനവാസ് പോയത്, അതിപ്പോൾ കാണിക്കണ്ടല്ലോ എന്ന് കണ്ട് ചിലപ്പോൾ അത് കട്ട് ചെയ്യാനും സാധ്യതയുണ്ട്. ഇപ്പം നമ്മൾ കാണിക്കുന്ന എല്ലാ വിഷ്വൽസും ലൈവിൽ കാണിക്കുന്നതൊന്നും ചിലപ്പോൾ ലൈവിലുള്ള ചില കാര്യങ്ങൾ അവർ കട്ട് ചെയ്യും. ചിലപ്പം അല്ലാതെ നമ്മൾ ഈ ലൈവ് കാണുന്ന ഒരു പല കാര്യങ്ങളും കട്ട് ചെയ്യാറുണ്ട്. അല്ലാതെ നമ്മൾ 9:30 കാണുമല്ലോ ഏഷ്യാനെറ്റ്, അത് കാണിക്കുന്ന പകുതിയും കട്ട് ചെയ്തിട്ട് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം കട്ട് ചെയ്യാം. പിന്നെ പ്രമോ വന്നാൽ നമുക്കറിയാം ഈ എപ്പിസോഡ് ഇത് കാണിക്കുമോ ഇല്ലയോ നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ കൊച്ചിനോട് അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോയിലേക്ക് ഷെയർ ചെയ്താൽ സബ്സ്ക്രൈബ്. താങ്ക് യു, ബൈ ബൈ.